Hi friends, welcome back to my channel. ഇന്ന് ഞാനൊരു ഡ്യൂപ്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള 8 മാറ്റ് ലിപ്സ്റ്റിക്സിന്റെ ഡ്യൂപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക്സ് ആണ്. ആദ്യമായിട്ട് ഞാൻ മാറ്റ് ലിപ്സ്റ്റിക്സ് വാങ്ങിക്കുന്നത് ഒരു 10 വർഷം മുമ്പാണ്. ആ സമയത്ത് ഒരുപാട് ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒന്നും ചെന്നൈയിലില്ലായിരുന്നു. മാക്ക് പോലെ പിന്നെ ഷനൈൽ ഉണ്ടായിരുന്നു, ക്ലിനിക് ഉണ്ടായിരുന്നു, വേറെ എനിക്ക് ഓർമ്മയുള്ളത് എസ്റ്റി ലോട്ടർ ഉണ്ടായിരുന്നു. വേറെ ബ്രാൻഡ്സ് ഒന്നും തന്നെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ നമുക്ക് വെറൈറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് പുതിയ ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റ് ലിപ്സ്റ്റിക്സിൽ തന്നെ ആ ഒരു ഷെയ്ഡ്സിന് ഡ്യൂപ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിരുന്നാലും മാക് എന്ന് പറയുന്ന ബ്രാൻഡിനെ യുണീക്ക് ആക്കുന്നത് അവരുടെ വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ്, അതേപോലെ തന്നെ അവരുടെ ടെക്സ്റ്റേഴ്സ്. ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൽ ഇത്രയധികം ഡിഫറെൻറ്റ് ഫിനിഷസ് വേറെ ബ്രാൻഡ്സിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. എൻ്റെ അറിവിൽ 9 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനിഷസ് ആണ് ലിപ്സ്റ്റിക്സിൽ മാക്കിന് ഉള്ളത്. അതായത് റിട്രോ മാറ്റ്, മാറ്റ്, സാറ്റിൻ, ആംപ്ലിഫൈഡ് ക്രീം, ക്രെം ഷീൻ, ലസ്റ്റർ, ഗ്ലേസ്, ഫ്രോസ്റ്റ്, പൗഡർ കിസ്. ഇത്രയധികം ഡിഫറെൻറ്റ് ഫിനിഷസ് ആണ് ഒരു ബ്രാൻഡിലുള്ളത്. അപ്പോൾ അത് തന്നെ ഒരു വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മാക് ഒരു പ്രൊഫഷണൽ ബ്രാൻഡ് ആയതുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും വെറൈറ്റി ഉള്ളത്. എങ്കിലും എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് എല്ലാം തന്നെ ഡ്യൂപ്പബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. നമുക്ക് ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്സിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സിലെല്ലാം ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതെല്ലാം പോപ്പുലർ ആയിട്ടുള്ള മാക് ഷെയ്ഡ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഷെയ്ഡ്സ് എന്ന് കാണുമെങ്കിൽ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. എൻ്റെ ആദ്യത്തെ ഷെയ്ഡാണ് എൻ്റെ ലേറ്റസ്റ്റ് പർച്ചേസ്. ഇതെൻ്റെ സെക്കൻഡ് ടൈം പർച്ചേസ് ആണ്. മാക്കിൻ്റെ ക്രീം ഇൻ യുവർ കോഫി എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഇത് ശരിക്കും ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ദിവസം തന്നെ തറയിലിട്ടു. അപ്പോഴിതിന്റെ ബുള്ളറ്റ് കേടായിപ്പോയി. അപ്പോൾ ഒരു ലിപ് ബ്രഷ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇത് ക്രെംഷി എന്ന് പറയുന്ന ഫോർമുലയാണ്. അതായത് മാറ്റ് ഫിനിഷ് അല്ല, കുറച്ച് ഗ്ലോസി ആയിട്ടുള്ള ടെക്സ്ചർ ആണ്, വളരെ ഹൈഡ്രേറ്റിംഗ് ആണ്, പക്ഷേ അധികം പിഗ്മെന്റഡും അല്ല, ലോങ് ലാസ്റ്റിംഗും അല്ല. ഈ ഷെയ്ഡ് സ്വാച്ച് ചെയ്യുമ്പോൾ ഇതാണ് ഷെയ്ഡ്. കണ്ടാൽ അറിയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പിങ്ക് കലർന്ന ബ്രൗൺ ഷെയ്ഡാണ്. അതുകൊണ്ട് ഇത് ഇന്ത്യൻ സ്കിൻ ടോണിന് ഏറ്റവും ചേരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ്. ഫോർമൽ വെയർസിന്റെ കൂടെയും നന്നായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഉള്ള ലിപ്സ് ഒക്കെ ആണെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്താൽ ആ ഷെയ്ഡ് എടുത്ത് കാണിക്കുകയുള്ളൂ. പക്ഷേ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ലിപ്സിലും പിന്നെ മെച്ചോർഡ് ആയിട്ടുള്ള സ്കിന്നിലും പറ്റിയ ഒരു ലിപ്സ്റ്റിക് ടെക്സ്ചർ ആണ് ഇതിൻ്റെത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഷെയ്ഡ്. കാരണം ഇത് ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഞാൻ പണ്ട് വാങ്ങിച്ച സമയത്ത് ഞാൻ ഒരുപാട് ഓഫീസിൽ ഇട്ടുകൊണ്ട് പോകുന്ന ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഷെയ്ഡിന്റെ പേരെന്താണ്. അത്ര നല്ലൊരു ഷെയ്ഡാണ്. ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ വരെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും സൂട്ടബിൾ ആണ്. കുറച്ച് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു പിങ്ക് കലർന്ന ബ്രൗൺ എന്നാണ് ഈ ഷെയ്ഡിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡിനെ ഡ്യൂപ്പ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നത് നൈക്കയുടെ സോ ക്രീം റേഞ്ചിലെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഇതിന്റെ പാക്കേജിങ്. ഈ ഒരു ഷെയ്ഡിന്റെ പേര് യു ആർ ലാത്തെ എന്നാണ്. ഇത് മാക്കിന്റെ ലിപ്സ്റ്റിക്കിന്റെ അത്രയും ക്രീമി അല്ലെങ്കിലും ഇത് നല്ലൊരു ക്രീമി ലിപ്സ്റ്റിക് തന്നെയാണ്. ഇത് കുറച്ചുകൂടെ ഒപ്പേക്ക് ലിപ്സ്റ്റിക് ആണ്. അതായത് പിഗ്മെന്റേഷൻ കുറച്ചുകൂടെ കൂടുതലാണ് ഇതിന്. എങ്കിലും ഇതും ഡ്രൈ സ്കിന്നിനും ഡ്രൈ ലിപ്സിലും പറ്റിയൊരു ലിപ്സ്റ്റിക് ആണ്. രണ്ട് ലിപ്സ്റ്റിക്കും അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല. ഞാൻ ഈ കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക്സും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും തന്നെയല്ല. ഇതെല്ലാം ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇതാണ് മാക്കിന്റെ ക്രീം ഇൻ യുവർ കോഫി. ഇനി നമുക്ക് യു ആർ ലാത്തെ ഇതിന്റെ സൈഡിൽ സ്വാച്ച് ചെയ്യാം. അപ്പോൾ ഈ യു ആർ ലാത്തെ എന്ന് പറയുന്ന ഷെയ്ഡ് കുറച്ചുകൂടെ ബ്രൗണിഷ് ആണ്, ഇത് കുറച്ചുകൂടെ പിങ്കിഷ് ആണ്. പക്ഷെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് ഷെയ്ഡും ഒരേപോലെയാണ് തോന്നുന്നത്. മാത്രമല്ല ഫിനിഷിൽ വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടെ ഗ്ലോസി ടെക്സ്ചർ ആണ്, ഇതൊരു ക്രീമി മാറ്റ് ഫോർമുലയാണ്. അതിന്റെ ഒരു വ്യത്യാസവും ഉണ്ട്. എന്റെ അടുത്ത ലിപ്സ്റ്റിക് മാക്കിന്റെ മെഹർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക് ആണ്. ഈ ലിപ്സ്റ്റിക്കും ഞാൻ രണ്ടാമത് പർച്ചേസ് ചെയ്തതാണ്. ഇപ്രാവശ്യം ഞാൻ മിനി വേർഷനാണ് വാങ്ങിച്ചത്. ഇതൊരു പിങ്ക് ഷെയ്ഡാണ്. ഇത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ വരെ ഉള്ളവർക്കാണ് കൂടുതൽ സൂട്ടബിൾ ആവുന്നത്. എനിക്ക് തന്നെ ഞാൻ മേക്കപ്പ് ഇടാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് വാഷ് ഔട്ട് ചെയ്യും. അത്ര ലൈറ്റ് ഷെയ്ഡാണിത്. ഒരു ബോളിവുഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, മിക്കി കോൺട്രാക്ടർ. പുള്ളിക്കാരനാണ് ഈ ഒരു ഷെയ്ഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മിക്കി കോൺട്രാക്ടറിന്റെ വൈഫിന്റെ പേരാണ് മെഹർ എന്നാണ്. അപ്പൊ ആ ഒരു പേരാണ് ഈ ലിപ്സ്റ്റിക്കിന് കൊടുത്തേക്കുന്നത്. വളരെ പോപ്പുലർ ഷെയ്ഡാണ്, വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണ് തീർച്ചയായിട്ടും സ്മോക്കി ഐസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണിത്. മെഹർ സ്വാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ഷെയ്ഡ് വരുന്നത്. നല്ല ക്രീമി ടെക്സ്ചർ ആണ് ഇതിൻ്റെത്. നല്ല ഒപ്പേസിറ്റി ഉണ്ട്. ഒരു സിംഗിൾ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ ആണ് ഇത് കൊടുക്കുന്നത്. അപ്പൊ ഈ മെഹറിന്റെ ഡ്യൂപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ഷെയ്ഡാണ്. ഇത് മേബിലിന്റെ ക്രീമി മാറ്റ് റേഞ്ചിലാണ് വരുന്നത്. ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് എനിക്ക് മെഹറിന്റെ ഡ്യൂപ്പ് ആയിട്ട് തോന്നിയിട്ടുള്ളത്.
ഇതിന്റെ രണ്ടിന്റെ ടെക്സ്ചർ ഡിഫറെന്റ് ആണ്. രണ്ടും മാറ്റ് എന്ന് പറയുന്നെങ്കിലും മാക്കിൻ്റെത് കുറച്ചുകൂടെ ഒരു ഫേം ആയിട്ടുള്ള ടെക്സ്ചറും ഇത് കുറച്ചുകൂടെ ഒരു സ്ലിപ്പറി ടെക്സ്ചറുമാണ്. അതാണ് ഒരു വ്യത്യാസം. അല്ലാതെ ഷെയ്ഡ് തമ്മിൽ അത്ര വ്യത്യാസമില്ല, ഒരേപോലത്തെ ഷെയ്ഡ്സ് ആണ്. രണ്ട് ഷെയ്ഡും മേക്കപ്പ് ഇല്ലാതെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്നെ വാഷ് ഔട്ട് ചെയ്യും. പക്ഷെ ഒരു സ്മോക്കി ഐ അല്ലെങ്കിൽ ഒരു ഹെവി ഐ മേക്കപ്പിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ന്യൂഡ് ലിപ്സ്റ്റിക്സ് ആണ് രണ്ടും. അപ്പൊ ഇതാണ് മെഹർ, ഇതാണ് ടച്ച് ഓഫ് സ്പൈസ്. കണ്ടാൽ അറിയാലോ രണ്ടും ഒരേപോലത്തെ ഷെയ്ഡാണ്, വ്യത്യാസമൊന്നുമില്ല. ഷെയ്ഡില് ടെക്സ്ചറിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. എൻ്റെ അടുത്ത ലിപ്സ്റ്റിക് എൻ്റെ ഒരു ഫ്രീ ഗിഫ്റ്റ് ആണ്. മാക്കിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് കിട്ടുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ലക്കി ഡേ അവിടെ പോയി. അപ്പോൾ അന്ന് എന്തോ ലിപ്സ്റ്റിക് ഡേ ഓഫർ എന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞില്ല, പക്ഷെ ഞാനൊരു ലിപ്സ്റ്റിക്കും പിന്നെ ഒരു കൺസീലറും വാങ്ങിച്ചപ്പോൾ അവരെനിക്ക് ഫ്രീ ആയിട്ടൊരു ലിപ്സ്റ്റിക് തന്നു. ഇത് പൗഡർ കിസ് എന്ന് പറയുന്ന റേഞ്ചിലാണ് ഈ ഒരു ലിപ്സ്റ്റിക് വരുന്നത്. ഒരു എന്താ പറയുന്ന ഒരു കോറൽ, ഒരു വാം റെഡ് ആണിത്. പക്ഷേ ഈ ഒരു ടെക്സ്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ പിഗ്മെന്റേഷനും അത്ര നല്ലതല്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് എൻ്റെ ചുണ്ടിൽ ഈ കളർ ഒപ്പേക്കായിട്ടും ഈവൻ ആയിട്ടും അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് കുറച്ച് പാച്ചി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഡിസപ്പോയിന്റിങ് ആയേനെ. എന്തായാലും ഈ ഷെയ്ഡ് വന്നിട്ട് കണ്ടോ, ഇതിന്റെ മറ്റുള്ള മാറ്റ് ലിപ്സ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അത്ര പിഗ്മെന്റേഷൻ ഇല്ല. ഇത് ചുണ്ടിലിടുമ്പോൾ ഇത്രയും പോലും ഡീസെന്റ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ അല്ല. ഒരുപാട് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ഒപ്പേസിറ്റി കിട്ടുന്നത്. ഇതിന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി, വർക്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. പൗഡർ കിസ് റേഞ്ചിലാണ് ഇത് വരുന്നത്. ഈ ഒരു റേഞ്ച് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എൻ്റെ അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാൻ ഈ റേഞ്ചിൽ ഇനി വാങ്ങിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഷെയ്ഡിന്റെ മാത്രം പ്രോബ്ലം ആണോ എന്നറിയില്ല. ചില മാക് ലിപ്സ്റ്റിക്സിന് പ്രശ്നമുണ്ട്. അപ്പോൾ ചിലപ്പോൾ റേഞ്ച് നല്ലതായിരിക്കും, ഈ ഒരു ഷെയ്ഡ് മാത്രമായിരിക്കും ഇങ്ങനെ, അതെനിക്കറിയില്ല. എന്തായാലും ഈ ഷെയ്ഡ് അത്ര പോരാ ഫോർ ദ പ്രൈസ് വി പേ. അപ്പൊ ഈ ഷെയ്ഡിന്റെ ഒരു ഡ്യൂപ്പായിട്ട് എനിക്ക് എൻ്റെ കയ്യിലുള്ള കളക്ഷൻ മധു എന്ന് പറയുന്ന ഒരു ഷെയ്ഡുണ്ട്, നൈക്കയുടെ അൾട്രാ മാറ്റ് റേഞ്ചിൽ. ആ ഒരു ഷെയ്ഡ് ഏകദേശം ഇതേപോലത്തെ ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. ഇത് മിനി വേർഷനാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷെ മാക് ലിപ്സ്റ്റിക് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ടെക്സ്ചറാണ് ഈ നൈക്ക ലിപ്സ്റ്റിക്കിന്റെ. കുറച്ചുകൂടെ നല്ല പിഗ്മെന്റഡ് ആണ്. അതേപോലെ തന്നെ ഈസി ആയിട്ട് അത് നമ്മുടെ ലിപ്സിലെ പിഗ്മെന്റേഷനെ കവർ ചെയ്യും. രണ്ട് ലിപ്സ്റ്റിക്കിനും നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടിട്ടാലേ ആ കറക്റ്റ് സ്മൂത്ത് ഗ്ലൈഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ചൊരു ടഗിങ് പുള്ളിങ് ഒക്കെ തോന്നും. അപ്പോൾ ഇതാണ് വർക്ക്. ഇനി നമുക്ക് നൈക്കയുടെ ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്യാം. കണ്ടോ, നല്ല പിഗ്മെന്റേഷന് വ്യത്യാസമുണ്ട്. ഇത് എക്സാക്ട് മാച്ച് എന്ന് പറയാൻ പറ്റില്ല. സ്വാച്ചിൽ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നും, പക്ഷെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒരേപോലത്തെ ഷെയ്ഡ്സ് തന്നെയാണ് രണ്ട്. എന്റെ അടുത്ത ലിപ്സ്റ്റിക് മാക്കിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ട്വിഗ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ ഇട്ട് കാണിച്ചിട്ടുണ്ട്. സാറ്റൻ ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് അല്ല. അപ്പോൾ കുറച്ചുകൂടെ മോയ്സ്ചറൈസിങ് ആൻഡ് ഗ്ലോസി ലുക്കാണ് ഇത് കൊടുക്കുന്നത്. അതേപോലെ ഇത് ഞാൻ പണ്ടിട്ട് ഓഫീസിൽ എപ്പോഴും ഇട്ടുകൊണ്ട് പോയിരുന്നു. ഇതിന്റെ രണ്ടാമത്തെ ട്യൂബാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് ഞാൻ എന്നും ഓഫീസിലിടുന്ന ഒരു ഷെയ്ഡായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഏത് ഷെയ്ഡാണിത്. പലരും എൻ്റെ കയ്യിലുള്ള ഈ ഷെയ്ഡ് കണ്ടിട്ട് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ട്, അത്രയ്ക്ക് നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണിത്. അപ്പോൾ ഇത് ഒരു പിങ്ക് കലർന്ന ബ്രൗൺ ഷെയ്ഡാണ്, അല്ലെങ്കിൽ ബ്രൗൺ ചേർന്ന പിങ്ക് എന്ന് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടാൽ അറിയാലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ന്യൂഡ് ഷെയ്ഡാണ്. പക്ഷെ യുണീക്ക് ഒന്നുമല്ല, ഈ ഒരു ഷെയ്ഡ് നമുക്ക് പല ബ്രാൻഡ്സിലും അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ട്വിഗ്. കണ്ടാൽ മെഹർ പോലെ തന്നെയാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ മെഹർ കുറച്ചുകൂടെ ഒരു ബ്ലൂയിഷ് ടിന്റ് ഉണ്ടെങ്കിലും നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും മെഹർ ആണെങ്കിലും ട്വിഗ് ആണെങ്കിലും ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത്. അപ്പൊ ഇതിന് ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് ഷെയ്ഡ് വൈസ് ഇതിന് മാച്ച് ആണെങ്കിലും ടെക്സ്ചർ വൈസ് ഡിഫറെന്റ് ആണ്. ലാക്മേയുടെ മാറ്റ് മെൽറ്റ് മിനി ലിപ്സ്റ്റിക്കിൽ വരുന്ന ന്യൂഡ് അംബ്രല എന്ന് പറയുന്ന ഷെയ്ഡാണിത്. ഇത് മാറ്റ് ഫിനിഷ് ആണ്, ഒരു കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് എക്സാക്ട് മാച്ച് ആണ്. കണ്ടോ, എക്സാക്ട്ലി സെയിം ഷെയ്ഡാണ്, പക്ഷെ ടെക്സ്ചർ വൈസ് ഡിഫറെന്റ് ആണ്. ട്വിഗ് എന്ന് പറയുന്നത് സാറ്റൻ ഫിനിഷും ഇത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ലാക്മേയുടെ ലിപ്സ്റ്റിക് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആയതുകൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഇതും. ഇത് മാത്രമല്ല
ഈവൻ പ്രൈസ് വൈസ് കമ്പയർ ചെയ്യുമ്പോഴും വളരെ അഫോർഡബിൾ ആണ് ഈ ലാക്മേയുടെ ഈ ലിപ്സ്റ്റിക്. 400 ആണെന്ന് തോന്നുന്നു ഇതിന്റെ വില. എന്റെ അടുത്ത ലിപ്സ്റ്റിക്കും ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. ചില്ലി എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഒരു ബ്രൗണിഷ് ഓറഞ്ച് ഷെയ്ഡാണിത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ഷെ നിങ്ങൾക്ക് ഓറഞ്ച് ഇടാൻ ഇഷ്ടമുണ്ട്, പക്ഷെ ഒരു ബ്രൈറ്റ് ഒരു ടിപ്പിക്കൽ ഓറഞ്ച് നിങ്ങൾക്ക് ഇടാൻ കുറച്ച് മടി തോന്നുന്നെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ചില്ലി. ഒരു ബ്രൗണിഷ് ടിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബേൺഡ് ഓറഞ്ച് ലുക്കാണ് ഇത് കൊടുക്കുന്നത്. ഒരു പക്ക ഓറഞ്ച് പോലെ അത്ര ബ്രൈറ്റ് അല്ല, എങ്കിലും ബ്രൈറ്റ് തന്നെയാണ്. ഇന്ത്യൻ സ്കിൻ ടോണിന്, പ്രത്യേകിച്ച് വാം സ്കിൻ ടോണിന് ഏറ്റവും ചേരുന്ന ഒരു ഓറഞ്ചിഷ് ബ്രൗൺ ഷെയ്ഡാണിത്. അപ്പൊ ചില്ലിയുടെ സ്വാച്ച് ഇങ്ങനെയാണ് വരുന്നത്. വളരെ ഒപ്പേക്ക് ഫിനിഷ് ആണ്. സിംഗിൾ സ്വൈപ്പിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. വളരെ ക്രീമി ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇത് കൊടുക്കുന്നത്. ഇത് ശരിക്കും ഓറഞ്ച് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ നല്ലൊരു ഷെയ്ഡാണ്. പക്ഷെ ഒരു പക്ക ഓറഞ്ച് അല്ല താൻ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടെ ഒരു വേറബിൾ ആയിട്ട് തോന്നുന്നത്. ഇനി ചില്ലിയുടെ ഡ്യൂപ്പ് ഏതാണെന്ന് നോക്കാം. ചില്ലിയുടെ ഡ്യൂപ്പ് എന്ന് പറയുന്നത് മേബ്ലിന്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് സിറ്റി ഹീറ്റ്സ് കളക്ഷനിലെ മെഡിസിൻ റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതിപ്പോൾ അവൈലബിൾ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു മിക്ക ബ്രാൻഡ്സിലും അവൈലബിൾ ആയിരിക്കും. മേബ്ലിനിൽ തന്നെ വേറെ റേഞ്ചസിലും ഇത് അവൈലബിൾ ആയിരിക്കണം. ഇപ്പൊ ചില്ലി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു ബ്രൗൺ ടിന്റ് ഉണ്ട്. എത്രയ്ക്ക് ബ്രൈറ്റ് അല്ല. അപ്പോൾ ചില്ലി പോലെ തന്നെയാണ്, എങ്കിലും ഒരു പൊടിക്ക് ഇത് ബ്രൗൺ ടിന്റ് കൂടുതലാണ്. എങ്കിലും കമ്പയറബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് ഇത് രണ്ടും. എന്റെ അടുത്ത ലിപ്സ്റ്റിക്കും ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ലിപ്സ്റ്റിക് ആണ്. ഡീവ എന്ന് പറയുന്ന ഈ ഒരു വൈൻ ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. വളരെ യൂണിവേഴ്സലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. കാരണം ഏത് സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരുന്ന ഷെയ്ഡാണ്. ലൈറ്റ് ടു ഈവൻ ഡീപ്പസ്റ്റ് സ്കിൻ ടോണിന് വരെ ചേരുന്ന ഒരു ഷെയ്ഡാണിത്. ഒരുപാട് ആൾക്കാരുടെ ഈവൻ ഫോറിൻ യൂട്യൂബേഴ്സിന്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഇത് നമ്മുടെ എന്താണ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റിന്റെ കൂടെ ആണെങ്കിലും ഈവൻ ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സിന്റെ കൂടെ ആണെങ്കിലും ചേരുന്ന ഒരു ഷെയ്ഡാണ്. എന്താ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒക്കേഷണൽ വെയറിനൊക്കെ ഇടാൻ പറ്റിയൊരു ലിപ്സ്റ്റിക് ആണ്. ചിലപ്പോൾ നമ്മൾ മേക്കപ്പ് ഇടാതെ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടാലും നല്ല ഭംഗിയാണ് കാണാൻ. അത്രയ്ക്ക് ഈസി ആയിട്ട് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണിത്. ഡിവയുടെ സ്വാച്ച് ഇതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈൻ ഷെയ്ഡാണ്. പക്ഷെ ഈ ഒരു ഷെയ്ഡ് യൂണീക്ക് ഒന്നുമല്ല, ഒരുപാട് ബ്രാൻഡ്സിൽ ഈ ഷെയ്ഡ് അവൈലബിൾ ആണ്. വീണ്ടും നമ്മുടെ ഡ്യൂപ്പ് മേബിലിനിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട് ഡ്യൂപ്പാണിത്. ഇത് ഇത്രയും കാണിച്ചാൽ ഏറ്റവും നല്ല ഡ്യൂപ്പ് ഇതാണെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് മാച്ച് ആണ് ഈ രണ്ട് ഷെയ്ഡ്സും തമ്മിൽ. മാത്രമല്ല ഡിവ ഞാൻ പറഞ്ഞതുപോലെ യുണീക്ക് ഷെയ്ഡൊന്നുമല്ല, എല്ലാ ബ്രാൻഡ്സിലും കിട്ടുന്ന ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇപ്പൊ മിക്ക യൂട്യൂബേഴ്സും ഡിവയുടെ ഡ്യൂപ്പായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഈ മേബിലിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഡിവൈൻ വൈൻ എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഒരു വ്യത്യാസമില്ല, സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇത് ഞാൻ ഏകദേശം യൂസ് ചെയ്ത് തീർത്തു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസം കൂടി ഇത് യൂസ് ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് തീരും. അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തൊരു ഷെയ്ഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്, ഒരു കുറ്റവും പറയാനില്ല. അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാണിത്. ഏത് സ്കിൻ ടോണും ചേരുന്ന ഷെയ്ഡ് ആയതുകൊണ്ടായിരിക്കണം ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളത്. എന്റെ അടുത്ത ലിപ്സ്റ്റിക് മാക്കിന്റെ റിട്രോ മാറ്റ് റേഞ്ചിലെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഈ ഒരു ഷെയ്ഡ് ഒരു പിങ്ക് ഷെയ്ഡാണ്. പക്ഷെ ഒരു റെഡിഷ് ടിന്റ് ഉള്ള ഒരു പിങ്ക് ഷെയ്ഡാണിത്. അതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റ് ഷെയ്ഡാണിത്. ഇതെല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ഷെയ്ഡായിരിക്കും. എനിക്ക് തോന്നുന്നൊരു ഒരുപാട് ഡീപ്പർ സ്കിൻ ടോൺ ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും എന്നറിയില്ല. പക്ഷെ ഒരു ഡസ്കി സ്കിൻ ടോണിനൊക്കെ പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത്. ഒരു റിട്രോ മാറ്റ് റേഞ്ച് ആയതുകൊണ്ട് തന്നെ വളരെ ഡ്രൈ ടെക്സ്ചർ ആണ്. പക്ഷെ വളരെ ലോങ് ലാസ്റ്റിംഗുമാണ്. നമ്മൾ എന്തെങ്കിലും കഴിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇതൊന്ന് ഫെയ്ഡ് ആവും, പക്ഷെ ഇതിന്റെ സ്റ്റെയിൻ അവിടെ തന്നെ നിൽക്കും. അപ്പം റിമൂവ് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ലിപ്സ്റ്റിക്സ്. ലോങ് ലാസ്റ്റിംഗ് ആണ് എങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കില്ല. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ലിപ്സിനെ ഡ്രൈ ആക്കില്ല. പക്ഷെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിരിക്കണം. എന്താന്ന് വെച്ചാൽ ഇത് അല്ലെങ്കിൽ വളരെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് ഗ്ലൈഡ് ചെയ്യില്ല, കുറച്ചൊരു ഹാർഡ് ടെക്സ്ചർ ആണ് ഇതിൻ്റെത്. അപ്പൊ ഇതിന്റെ സ്വാച്ച് വന്നിട്ട് കണ്ടോ, കുറച്ച് ഡ്രൈ ആണ്. ഇത് സ്വാച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ. കാരണം എൻ്റെ ഇപ്പൊ സ്കിൻ അത്ര മോയ്സ്ചറൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നല്ല ഈസി ആയിട്ട് ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ ഇത് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ലിപ്സിലേ പറ്റുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ഡൗൺ സൈഡ്. അല്ലെങ്കിൽ ഇത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ഫേസിനെ പെട്ടെന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ്. മാത്രമല്ല ഇത് മേക്കപ്പ് ഇട്ടില്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. എനിക്ക് തോന്നിയത് മേബിലിന്റെ ക്രീമി മാറ്റില് വീണ്ടും ക്രീമി മാറ്റ് വന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു റേഞ്ചിലെ പിങ്ക് മൈ റെഡ് എന്ന് പറയുന്ന ഷെയ്ഡ് ഏകദേശം സിമിലർ ആണ്, പക്ഷെ ഇത് കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം ഒരേപോലത്തെ ഷെയ്ഡ്സ് തന്നെയാണ് രണ്ടും. ഇത് കുറച്ചുകൂടെ ക്രീമിയാണ്, അപ്ലൈ ചെയ്യാൻ ഈസിയാണ്. ഇപ്പൊ സ്വാച്ചിൽ നോക്കിയാൽ ചെറിയൊരു ഡിഫറൻസ് കാണാനുണ്ട്. മേബ്ലിന്റെ ലിപ്സ്റ്റിക് കുറച്ച് ലൈറ്റ് ആണ് മാക്കിന്റെ ലിപ്സ്റ്റിക്കിനെ കാട്ടിൽ, എങ്കിലും ലിപ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ രണ്ടും ഒരേപോലത്തെ ഷെയ്ഡ്സ് ആണ്. എന്റെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്കിന്റെ പ്രോബബ്ലി ദ മോസ്റ്റ് പോപ്പുലർ ഷെയ്ഡാണ്. റൂബി വൂ എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലിപ്സ്റ്റിക് ആണ്, കാരണം ഏത് സ്കിൻ ടോണും ചേർന്ന ഒരു റെഡ് ആണ്. ഇത് കൂൾ ടോണ്ടും അല്ല വാം ടോണ്ടും അല്ലാത്തൊരു റെഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മാക്ക് പറയുന്നത് ഒരു ബ്ലൂ ടോൺ റെഡ് എന്നാണ്. പക്ഷെ ഇത് എല്ലാ സ്കിൻ ടോണും ചേർന്ന ഒരു റെഡ് ആയതുകൊണ്ട് യൂണിവേഴ്സലി ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതെന്റെ രണ്ടാമത്തെ ട്യൂബാണ്. രണ്ടാമത്തെ ഞാൻ മിനി വേർഷനാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാൻ ഫുൾ വേർഷൻ ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. ഈ ഒരു ലിപ്സ്റ്റിക്കും സെയിം പ്രോബ്ലം ആണുള്ളത്. ഡ്രൈ ടെക്സ്ചർ ആണ്, റിട്രോമാറ്റ് ഫിനിഷ് ആണ് ഇതിൻ്റെത്. പക്ഷേ ഈ ഒരു ഷെയ്ഡ് എന്തായാലും ഞാൻ എൻ്റെ കളക്ഷനിൽ സൂക്ഷിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ഷെയ്ഡാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു ഷെയ്ഡാണ്. മേക്കപ്പ് ഇട്ടില്ലെങ്കിലും നമ്മുടെ മുഖത്തിനെ പെട്ടെന്ന് ബ്രൈറ്റൺ അപ്പ് ആക്കുന്ന ഒരു ഷെയ്ഡാണിത്. വളരെ ക്ലാസി ലുക്കാണ് ഇതിന്. എന്താ പറയുന്നത്, ഈ ഒരു ഷെയ്ഡിന്റെ മാച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം മിക്ക ബ്രാൻഡ്സിലും ഒന്നില്ലെങ്കിൽ വാം ടോൺ റെഡ് അല്ലെങ്കിൽ കൂൾ ടോൺ റെഡ് എങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് കൂടുതലും അവൈലബിൾ. പക്ഷെ ഇങ്ങനെ ഒരു പെർഫെക്റ്റ് റെഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും എനിക്കൊരു ഡ്യൂപ്പ് കിട്ടിയിട്ടുണ്ട്. വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഡ്യൂപ്പാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പൊ റൂബി വൂ സ്വാച്ച് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, കുറച്ച് ഡ്രൈ ആണ് ടെക്സ്ചർ. ഡ്രൈ ആയിട്ട് കൂടെ ഇത്ര പോപ്പുലർ ആണ് ഈ ഷെയ്ഡ്. അപ്പൊ തന്നെ അറിയാലോ ഇതിന്റെ ഒരു പ്രത്യേകത. അത്രയ്ക്ക് നല്ല ഷെയ്ഡാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഷെയ്ഡാണിത്. അപ്പൊ റൂബി വൂ ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് തന്നെ ലിപ് ബാം അപ്ലൈ ചെയ്യാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പല്ലിനെ കൂടുതൽ വെളുത്തതുപോലെ തോന്നിക്കും. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. മാത്രമല്ല എന്താ പറയുന്നത്, ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഒരുപാട് റെഡ്സ് ഉണ്ടെങ്കിലും ഒരു റെഡ് ലിപ്സ്റ്റിക് ഇടണം തോന്നിയാൽ ഞാൻ ആദ്യം പോകുന്നത് ഈ ഷെയ്ഡിന്റെ അടുത്താണ്. കാരണം ഇതാണ് ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്നത്. അത്രയ്ക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണിത്. റൂബി വൂയുടെ ഡ്യൂപ്പ് ആണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ഈ ഞാൻ കാണിക്കുന്ന ഫുൾ വീഡിയോയിൽ. ബ്ലൂ ഹെവന്റെ ലിപ്സ്റ്റിക് ആണിത്. സ്പ്ലാഷ് ലിപ് കളർ എന്നാണ് ഈ ഒരു റേഞ്ചിന്റെ പേര്. എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ വളരെ ചീപ്പ് ലുക്കിംഗ് ആണ്. പാക്കേജിംഗ് വൈസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഈ ഒരു ഷെയ്ഡ് നല്ല മാച്ച് ആണ് റൂബി വൂവിന്, എക്സാക്ട് മാച്ച് എന്ന് തന്നെ പറയാം. ഇതിന്റെ പേര് റൂബി റെഡ് എന്നാണ്. അപ്പൊ പേരിലും മാച്ച് ഉണ്ട്. അത്രയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ളൊരു ഡ്യൂപ്പാണിത്. എന്തായാലും നമുക്കിത് സ്വാച്ച് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് റൂബി വൂ. ഇതിന്റെ അടുത്ത് ഇതും ഒരു ഡ്രൈ ടെക്സ്ചർ ആണ്. പക്ഷെ റൂബി വൂവിന്റെ അത്രയും ഡ്രൈ അല്ല, എക്സാക്ട്ലി മാച്ചിങ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഒരു വ്യത്യാസവും പറയാനില്ല. നല്ലൊരു ഡ്യൂപ്പാണ് ഇത്. ഇതിന്റെ വെയറബിലിറ്റി അല്ലെങ്കിൽ ലോഞ്ചിറ്റിവിറ്റി എന്ന് എനിക്കറിയില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യുന്നത് തന്നെ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ മാക് ലിപ്സ്റ്റിക്സിന്റെ പോപ്പുലർ ഷെയ്ഡ്സ്, എന്റെ കയ്യിലുള്ള പോപ്പുലർ ഷെയ്ഡ്സിന്റെ ഡ്യൂപ്സ് എല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിപ് ഷെയ്ഡ് ഏതാണെന്ന് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.